നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പത്തിരിപ്പാല അതിർക്കാട് പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്നും 10 ലക്ഷത്തോളം വില വരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ. പത്തിരിപ്പാലയിലെ വീടിനെക്കുറിച്ച് വിവരം ലഭിച്ചത് കഴിഞ്ഞ ദിവസം കൊച്ചിൻ പാലത്തിന് സമീപത്തു നിന്നും നിരോധിത പുകയില ഉൽപ്പന്നവുമായി പിടിയിലായ ഉണ്ണികൃഷ്ണനെയും മായന്നൂരിലെ വീട്ടിൽ പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന അനൂപ് എന്നിവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ചെറുതുരുത്തിയിൽ വീട്ടിൽ നിന്നും 12 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. മോഷണം നടന്നത് വീട്ടുകാർ പുറത്തുപോയ തക്കം നോക്കി. തൃശൂരിൽ ഗുണ്ടാത്തലവന്റെ നേതൃത്വത്തിൽ ആവേശം സിനിമാ മോഡൽ പാർട്ടി. ജയിൽ മോചിതനായ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി നടത്തിയത്. കുളപ്പുള്ളിയിൽ ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ച് നാടൻപാട്ട് കലാകാരന് ദാരുണാന്ത്യം. മരിച്ചത് സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് കൂറ്റനാട് വാവന്നൂർ കുന്നത്തീരി വീട്ടിൽ 38-കാരൻ രതീഷ് തിരുവരങ്കൻ. വിട പറഞ്ഞത് നാടൻപാട്ടരങ്ങിൽ സ്വതസിദ്ധ ശൈലി പതിപ്പിച്ച പ്രതിഭ. വാർത്തകൾ വിശദമായി. പത്തിരിപ്പാല അതിർക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് ലക്ഷങ്ങൾ വില മതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടി. 10 ലക്ഷം രൂപയോളം വില വരുന്ന ഹാൻസ്, പാൻപരാഗ് തുടങ്ങി 60 ചാക്കുകളിലായി സൂക്ഷിച്ച പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ഇന്നോവ കാറിൽ നിരോധിത പുകയില ഉൽപ്പന്നവുമായി എത്തിയ ഒറ്റപ്പാലം സ്വദേശിയെ പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് പത്തിരിപ്പാലയിലെ വീടിനെക്കുറിച്ച് വിവരം കിട്ടിയത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു പോലീസ് സംഘം റെയ്ഡ് നടത്തിയത്. പൂട്ടിയിട്ടിരുന്ന വീടിനകത്ത് കടക്കാൻ കഴിയാത്തതിനെ തുടർന്ന് പിറകുവശത്തുള്ള വാതിൽ പൊളിച്ചാണ് പോലീസ് സംഘം അകത്ത് കയറിയത്. ചെറുതുരുത്തി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പരിശോധനയിൽ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം നിരോധിത പുകയില ഉൽപ്പന്നവുമായി എത്തിയ ഇന്നോവ കാറും അന്ന് രാത്രിയിൽ മായന്നൂരിൽ നടന്ന പരിശോധനയിൽ ഓട്ടോയും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനങ്ങളിൽ നിന്നുമായി ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു. വാഹനങ്ങളിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ, അനൂപ് എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പത്തിരിപ്പാലയിൽ ഗോഡൌൺ പ്രവർത്തിക്കുന്ന വിവരം മനസ്സിലായതെന്ന് CI പറഞ്ഞു. തുടർന്നാണ് ചെറുതുരുത്തി പോലീസ് സംഘം ചൊവ്വാഴ്ച പുലർച്ചെ 3:30-ക്ക് മങ്കര ഒറ്റപ്പാലം പോലീസിന്റെ സഹായത്തോടെ എത്തി പരിശോധന നടത്തിയത്. 3 മുറികളിലുമായി ചെറിയ ചാക്കുകെട്ടുകളിലായാണ് ഇവ സൂക്ഷിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം സ്വദേശിയുടെ പേരിലാണ് 3 മാസമായി വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളതെന്ന് പോലീസ് അറിയിച്ചു. മുണ്ടൂർ സ്വദേശിയുടേതാണ് ഈ വീട്. ചെറുതുരുത്തി CI ബോബി വർഗീസ്, SI വിനു, ഒറ്റപ്പാലം SI ക്ലീസൺ, മങ്കര ASI ഉഷ, CPO അഫ്സൽ മുഹമ്മദ്, ഹോംഗാർഡ് PK രാമചന്ദ്രൻ, ചെറുതുരുത്തി സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീദേവി, വിനീത്, അനൂപ്, ജയകുമാർ, അനീഷ്, ജനുമോൻ എന്നിവർ നേതൃത്വം നൽകി. പിടിച്ചെടുത്ത ലഹരി ഉൽപ്പന്നങ്ങൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ചെറുതുരുത്തി CI പറഞ്ഞു. സംഭവം അറിഞ്ഞ് നിരവധി പ്രദേശവാസികളും അതിരാവിലെ തന്നെ വീടിന് സമീപം എത്തിയിരുന്നു. പുലർച്ചെ ഒരു 3 മണിയാകുമ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. അന്ന് നോക്കിയപ്പോൾ ഈ ബിൽഡിങ്ങിന് വാടക കൊടുത്ത ഈ വീടിൻ്റെ ഉള്ളിൽ 100 കണക്കിന് ചാക്കിൽ ആൻസ് തുടങ്ങിയ മാരകമായ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിച്ചതായിട്ട് വന്നു. ഇത് പൊതുജനങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത രീതിയിലാണ് ഈ സ്ഥലവും ഈ ആളുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം നടപടികൾ വലിയ പ്രശ്നമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പഴയന്നൂർ പോലീസും ഒറ്റപ്പാലം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വീട്ടിലെ ഓട്ടോറിക്ഷയിലും ഇന്നോവ കാറിലുമായി സൂക്ഷിച്ചിരുന്ന 9,000-ഓളം ഹാൻസ് പാക്കറ്റുകൾ പിടികൂടി. തിങ്കളാഴ്ച രാത്രി നടത്തിയ പരിശോധനയിൽ മായന്നൂർ തീപ്പാറ അങ്ങല്ലൂർ വീട്ടിൽ ചന്ദ്രശേഖരന്റെ മകൻ അനൂപിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. വലിയ തോതിലുള്ള നിരോധിത ലഹരി വിപണനത്തിനു കാരണം പോലീസിന്റെ കാര്യക്ഷമമില്ലായ്മയാണെന്ന ആരോപണവുമായി വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്. ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ ആദ്യത്തെ സംഭവമാണ്. ഇത്ര വലിയൊരു രീതിയിലുള്ള ലഹരി വേട്ട ഈ പ്രദേശത്തുകാർ മുഴുവൻ എത്തിയിരിക്കുകയാണ്. ഇത് ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ പോലീസിൻ്റെയും അതുപോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ക്രിയാത്മകമായ ഇടപെടലുകളുടെ അഭാവമാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ നാട്ടിലെമ്പാടും വർദ്ധിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചെറുതുരുത്തിയിൽ പൂട്ടിയിട്ട വീടിൽ നിന്നും 12 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കളവ് പോയി. ചെറുതുരുത്തി വൈദ്യർ റോഡിന് സമീപം കടവത്ത് വീട്ടിൽ ഹൈദർ മകൻ അനൂപിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കളവ് പോയത്. ചൊവ്വാഴ്ച രാവിലെ വീട്ടുകാർ കുട്ടികളെ മദ്രസ പഠനത്തിന് കൊണ്ടുപോകാൻ വേണ്ടി വാതിൽ തുറക്കുമ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തുറന്ന നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിന്റെ അലമാര വീട്ടിലുണ്ടായിരുന്ന ചാവി ഉപയോഗിച്ച് അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കാണപ്പെട്ടത്.
ചെറുതുരുത്തി SID ആനന്ദ്, SI K വിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിൽ ഗുണ്ടാതലവന്റെ നേതൃത്വത്തിൽ ആവേശം സിനിമ മോഡൽ പാർട്ടി. ജയിൽ മോചിതനായ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി നടത്തിയത്. ഗുണ്ടകൾ അടക്കം 60ഓളം പേർ പാർട്ടിയിൽ പങ്കെടുത്തു. പാർട്ടിയുടെ റീൽ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. കുളപ്പുള്ളിയിൽ ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ച് നാടൻപാട്ട് കലാകാരന് ദാരുണാന്ത്യം. സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് കൂറ്റനാട് വാവന്നൂർ കുന്നത്തിരി വീട്ടിൽ 38-കാരൻ രതീഷ് തിരുവരങ്കനാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 IPT കോളേജിന് സമീപമായിരുന്നു അപകടം. ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് വരികയായിരുന്ന രതീഷ് ഓടിച്ചിരുന്ന ഓട്ടോ എതിരെ വന്ന ടാങ്കർ ലോറിയുമായാണ് കൂട്ടിയിടിച്ചത്. രതീഷ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഫോക്ക് അക്കാദമിയുടെ നെടുംതൂണായിരുന്നു രതീഷ്. രതീഷിന്റെ നേതൃത്വത്തിൽ 20 പേരടങ്ങുന്ന കലാസമിതി നാടൻപാട്ടുകളും ദൃശ്യവിസ്മയവുമായി വലുതും ചെറുതുമായി 2500ഓളം സ്റ്റേജുകളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി പേർ രതീഷിന്റെ ശിക്ഷണത്തിൽ നാടൻപാട്ട് പഠിക്കുന്നുണ്ട്. കോട്ടായിലാണ് രതീഷ് അവസാനമായി പരിപാടി അവതരിപ്പിച്ചത്. കേരള സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി പുരസ്കാരം, ഡോക്ടർ അംബേദ്കർ അവാർഡ്, വേദവ്യാസ അവാർഡ്, ഓടപ്പഴം അവാർഡ് എന്നീ പുരസ്കാരങ്ങളും രതീഷിനെ തേടിയെത്തി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ആർട്ട് ഓഫ് ലിവിംഗ് ഷൊർണൂർ ജ്ഞാനക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ശ്രീ രവിശങ്കറിന്റെ ജന്മദിനം ആഘോഷിച്ചു. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സമൂഹ, ഗുരുപൂജ, ഭജൻ തുടങ്ങിയ വിവിധ പരിപാടികളും നടന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർമാരായ PK വേണുഗോപാൽ, രാജേഷ് പൊക്കണ്ടത്ത്, ജ്ഞാനക്ഷേത്രം പ്രസിഡന്റ് ജയരാജ്, സെക്രട്ടറി സുനോജ് കുമാർ, സീനിയർ മെമ്പർമാരായ പത്മനാഭൻ, പ്രഭാകരൻ തുടങ്ങിയവർ ജന്മദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ 4 വിദ്യാർത്ഥികളുടെ ഒരു വർഷത്തെ പഠന ചെലവ് ജ്ഞാനക്ഷേത്രം ഏറ്റെടുക്കും. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ഊർജ്ജകിരൺ പദ്ധതിയുടെ ഭാഗമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വേനൽക്കാല വൈദ്യുതി സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജകിരൺ പദ്ധതിയുടെ ഭാഗമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വേനൽക്കാല വൈദ്യുത സംരക്ഷണം എന്ന വിഷയത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. KSEBിയുടെയും എനർജി മാനേജ്മെന്റ് സെന്ററിന്റെയും BEയുടെയും നേതൃത്വത്തിൽ ഊർജ്ജമിത്ര ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിലാണ് വേനൽക്കാല വൈദ്യുത സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. 2 റൂമിൽ AC ഉണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ അച്ഛനും അമ്മയും 2 മക്കളും കൂടി ഒരു റൂമിലാണ് കിടക്കുന്നത് AC ഇട്ടിട്ട്. എന്നാൽ ആ ഒരു റൂമിലെ ACയുടെ ആ ഒരു കറണ്ടിന്റെ ഉപയോഗം കുറയുന്നതിനോടൊപ്പം തന്നെ കറണ്ട് ബില്ലും കൂടി കുറയുന്ന ഒരു സാഹചര്യം. കർഷകർക്ക് സൗജന്യ സോളാർ, വീടുകളിലേക്ക് സബ്സിഡിയോടെ സൗജന്യ വൈദ്യുതി എന്നീ പദ്ധതികളെക്കുറിച്ചും ക്ലാസുകൾ നടന്നു. അനർട്ട് തൃശൂർ ജില്ലാ എഞ്ചിനീയർ P വിജീഷ് കുമാർ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. വീടുകളിലേക്ക് സൗജന്യ സോളാർ വൈദ്യുതി നൽകുന്ന പദ്ധതിയെക്കുറിച്ചും പ്രകൃതിക്കിണങ്ങുന്ന ഊർജ്ജ സംരക്ഷണ പദ്ധതികളെക്കുറിച്ചും ഗുരുവായൂർ ഊർജ്ജമിത്ര സംരംഭകൻ AA വസന്തൻ വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ എന്നിവർക്ക് പുറമെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തി സർക്കാർ LP സ്കൂളും കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പിന് തുടക്കമായി. ദിശ എന്ന പേരിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് വളത്തുളനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലളിതകലാ അക്കാദമി സെക്രട്ടറി KN ബാലമുരളി അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപകൻ PK മോഹനൻ സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് EK അലി, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ്, സ്റ്റാഫ് സെക്രട്ടറി കവിത, അധ്യാപകനായ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സീനിയർ അധ്യാപിക KM ശാലിനി പരിപാടിക്ക് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് തെരഞ്ഞെടുപ്പ് ജനറൽ ബോഡി യോഗം ചേർന്നു. KVVS സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ യൂണിറ്റ് ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് തെരഞ്ഞെടുപ്പ് ജനറൽ ബോഡി യോഗം പട്ടാമ്പി ഇവാനിയ കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചു. KVS ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ആ കെട്ടിടത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ 4-5 വർഷമായി വളരെ മികച്ച രീതിയിൽ പണികഴിപ്പിച്ച് പൂർത്തീകരിക്കുകയും ഈ കമ്മിറ്റി, നിലവിലെ കമ്മിറ്റി, അതിലെ എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട്
ഇന്ന് പട്ടാമ്പി മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു മികച്ച ഓഫീസ് സംവിധാനം സ്വന്തമായുള്ള ഒരു സംഘടന എന്ന പേരിലേക്ക് ഏകോപന സമിതി കാലയളവിൽ ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സലീം റോയൽ 2021-23 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സെയ്തലവി കൽപ്പക വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കെ ഹരിദാസ്, മുസ്തഫ മുളയങ്കാവ്, TP സക്കീർ, VM മുസ്തഫ വല്ലപ്പുഴ, പ്രജിത് പട്ടാമ്പി, V മൊയ്ദ് ഹാജി, KP റസാഖ്, KR ബാലൻ, രമേശ് പൂർണിമ, ഷമീർ മണ്ണാർക്കാട്, EP അബ്ദുൽ ജബ്ബാർ, വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യ വരണാധികാരി ജില്ലാ ജനറൽ സെക്രട്ടറി KA റഷീദിൻ്റെ നേതൃത്വത്തിൽ 2024-26 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. പ്രസിഡന്റായി ഗിരീഷ് പട്ടാമ്പി, ജനറൽ സെക്രട്ടറിയായി സന്തോഷ്, ട്രഷററായി അബുലൈസ് എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കും. മെയ് 15 മുതൽ മെയ് 19 വരെ നടക്കുന്ന ബൈബിൾ കൺവെൻഷനിൽ കൃപാഭിഷേകം 2024 അണക്കര മരിയൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളന്മനാൽ നേതൃത്വം നൽകും. മെയ് 15 വൈകുന്നേരം 4 മണിക്ക് ജപമാലയോടെ ആരംഭിക്കുന്ന കൺവെൻഷൻ പാലക്കാട് രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്ത് ബൈബിൾ പ്രതിഷ്ഠ നടത്തും. തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 4:45 പാലക്കാട് രൂപത മുൻ മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്ത്, രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജീജോ ചാലക്കൽ, കൺവെൻഷൻ ജനറൽ കൺവീനർ ഫാദർ ജോഷി പുലിക്കോട്ടിൽ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. കൺവെൻഷന്റെ സമാപന ദിവസമായ 20 വൈകുന്നേരം 4:30 ഫാദർ ഡൊമിനിക് വാളന്മനാൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് പാലക്കാട് രൂപത മുൻ മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്ത് സമാപന സന്ദേശം നൽകും. എല്ലാ ദിവസവും വൈകുന്നേരം 6 മുതൽ രാത്രി 9:30 വരെ ഡൊമിനിക് അച്ഛൻ നയിക്കുന്ന ദൈവവചന പ്രഘോഷണവും കൃപാഭിഷേക ശുശ്രൂഷ, വിടുതൽ ശുശ്രൂഷ, ദിവ്യകാരുണ്യ ആരാധന എന്നിവയും ഉണ്ടായിരിക്കും. കൺവെൻഷൻ ദിവസങ്ങളിൽ സ്പിരിച്വൽ ഷെയറിങ്ങിനും കുംഭസാരത്തിനും പ്രത്യേക സൗകര്യമുണ്ടാകും. കൺവെൻഷന്റെ നടത്തിപ്പിനായി ജനറൽ കൺവീനർ ഫാദർ ജോഷി പുലിക്കോട്ടിൽ, ജോയിന്റ് കൺവീനർമാരായി ഫാദർ രാജു പുളിക്കത്താര, ഫാദർ ബെറ്റ്സൻ തൂക്കുപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ 11 കമ്മിറ്റികളിലായി 75 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പാലക്കാട്, തൃശൂർ, രാമനാഥപുരം രൂപതകളിലെ വിവിധ ഇടവകകളിൽ നിന്നും ലത്തീൻ മലങ്കര റീത്തുകളിലെ ഇടവകകളിൽ നിന്നെത്തുന്ന 15,000-ഓളം ആളുകൾക്ക് പങ്കെടുക്കാവുന്ന രീതിയിൽ വിപുലമായ പന്തലും അനുബന്ധ സൗകര്യങ്ങളുമാണ് സെന്റ് റാഫേൽ കത്തീഡ്രൽ പള്ളിയിലും ഗ്രൗണ്ടിലുമായി ക്രമീകരിച്ചിരിക്കുന്നത്. കൺവെൻഷൻ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നതിനായി പ്രത്യേക വാഹന സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പാലക്കാട് രൂപത PRO ഫാദർ ജോബി കാച്ചപ്പള്ളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 250 വോളണ്ടിയേഴ്സ്, ഇതൊരു 10 മുതൽ 15 വരെ 10,000 മുതൽ 15,000 വരെയുള്ള ജനങ്ങളുടെ പങ്കാളിത്തം, വിശ്വാസ സമൂഹത്തിൻ്റെയൊക്കെ ഈ ധ്യാനത്തിലെ പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 15,000 വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ള അതിനുള്ള പന്തലുകളും ക്രമീകരണങ്ങളുമാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പത്തിരിപ്പാല അതിർക്കാട് പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്നും 10 ലക്ഷത്തോളം വില വരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ. പത്തിരിപ്പാലയിലെ വീടിനെക്കുറിച്ച് വിവരം ലഭിച്ചത് കഴിഞ്ഞ ദിവസം കൊച്ചിൻ പാലത്തിന് സമീപത്തു നിന്നും നിരോധിത പുകയില ഉൽപ്പന്നവുമായി പിടിയിലായ ഉണ്ണികൃഷ്ണനെയും മായന്നൂരിലെ വീട്ടിൽ പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന അനൂപ് എന്നിവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്ന്. ചെറുതുരുത്തിയിൽ വീട്ടിൽ നിന്നും 12 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. മോഷണം നടന്നത് വീട്ടുകാർ പുറത്തുപോയ തക്കം നോക്കി. തൃശൂരിൽ ഗുണ്ടാത്തലവന്റെ നേതൃത്വത്തിൽ ആവേശം സിനിമാ മോഡൽ പാർട്ടി. ജയിൽ മോചിതനായ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി നടത്തിയത്. കുളപ്പുള്ളിയിൽ ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ച് നാടൻപാട്ട് കലാകാരന് ദാരുണാന്ത്യം. മരിച്ചത് സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് കൂറ്റനാട് വാവന്നൂർ കുന്നത്തീരി വീട്ടിൽ 38-കാരൻ രതീഷ് തിരുവരങ്കൻ. വിട പറഞ്ഞത് നാടൻ പാട്ടരങ്ങിൽ സ്വതസിദ്ധ ശൈലി പതിപ്പിച്ച പ്രതിഭ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.